രമ ഉറക്കമായിരുന്നു? ഇല്ല. സാറെന്താ ഈ രാത്രിയില്? ഞാൻ രമയോട് ചെയ്തൊരു നന്ദി കേടിന് മാപ്പ് ചോദിക്കാൻ വന്നതാ. നന്ദിയേടോ? ആ, രമ ഇരിക്കും. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഞാനൊരു മില്യണറാണെന്ന് കരുതി എനിക്കങ്ങനെ ഇല്ല. എനിക്കതിൽ പരാതിയില്ല സാർ. രമ പരാതി പറഞ്ഞില്ലെങ്കിലും ഇവിടെ വന്ന് അന്വേഷിക്കേണ്ടത് എന്റെ ചുമതലയല്ലേ? നന്ദിയും നന്ദി. രമേ, എന്റെ ഓഫീസിലുള്ള മുഴുവൻ ജോലിക്കാരുടെയും സീനിയോറിറ്റി ഓവർലുക്ക് ചെയ്തുകൊണ്ടാണ് വെറും അക്കൗണ്ടന്റ് ആയിരുന്ന ജയനെ പ്രൊമോട്ട് ചെയ്ത് ഞാൻ മാനേജരാക്കിയത്. ജയൻ തിരിച്ചു വന്നാൽ എന്റെ കമ്പനിയും ഞാൻ ജയനെ ഏൽപ്പിക്കാൻ പോവുക. എല്ലാം രമയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം. എന്റെ സന്തോഷത്തിന് വേണ്ടി? അതെ. രമയെ ഞാൻ ആദ്യമായിട്ട് കണ്ട ദിവസം മുതൽ എന്റെ മനസ്സ് മോഹിക്കാൻ തുടങ്ങിയതാ. ഈ രാത്രി ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായി കാണും. ഞാനും രമയും തമ്മിലുള്ള ബന്ധവും ജയന്റെ പടിപടിയായിട്ടുള്ള ഉയർച്ചയും ഏറ്റവും വലിയ രഹസ്യമായിരിക്കും. രമേ, താനെന്നെ അങ്ങനെയാണ് കരുതിയിരിക്കുന്നല്ലേ? എന്നെ തനിക്ക് കാഴ്ചവെച്ച് സ്ഥാനമാനങ്ങൾ നേടാൻ നടക്കുന്നവരല്ല ജയൻ. ഒന്ന് പതുക്കെ പറയാനോ? ഞാനിപ്പോ മുകളിലുള്ളവരെ മുഴുവൻ വിളിച്ചു കൂട്ടും. അയ്യോ, ചതിക്കരുത്. ഞാൻ പോയേക്കാം. രമേ, ഈ വിവരം ജയൻ അറിയിക്കരുത്. തന്നോട് പോകാനാണ് പറഞ്ഞത്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോ. പോകുന്നുണ്ടോ ഇല്ലയോ? ക്ഷമിച്ചെന്നത് സാറി. ജയനോ? അതെ സാർ, 2 ഷിപ്പും ഹാർബർ വിട്ടു. അതാണ് ഇന്ന് തന്നെ മടങ്ങിയെത്തിയത്. വളരെ സന്തോഷം. ഏജൻസിക്കാരുടെ ചെക്കും ഡ്രാഫ്റ്റും ഒക്കെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എല്ലാം വേണ്ടതുപോലെ ചെയ്യുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടല്ലേ ഞാൻ ജയനെ തന്നെ അങ്ങോട്ട് അയച്ചത്. ജയൻ വീട്ടിൽ പോയില്ല അല്ലേ? സാറിനെ കാണാതെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകുന്നത്? എന്താ സാർ, വീട്ടിൽ വല്ല വിശേഷമുണ്ടോ? ഒന്നുമില്ല. സാറിനെന്താ ആവപ്പാടൊരു വല്ലായ്മ പോലെ? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. ആ അസുഖത്തിന്റെ ഒരു ക്ഷീണം, അത്രേ ഉള്ളൂ. എന്നാ ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ സാർ? ശരി. ജയന് പണം വല്ലതും വേണം? നോ താങ്ക്സ്. സാർ, ഫയൽ അങ്ങനെ തന്നേക്കും. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. എന്നെക്കുറിച്ച് രമ ജയനോട് എന്തെങ്കിലും പറഞ്ഞാൽ? രാജേട്ടൻ വയ്ക്കൂ. ശരി. ആരത്? ഞാനാ രമേ, ജയൻ. എന്താ രമേ വാതിൽ തുറക്കാൻ ഇത്ര താമസം? ഏയ്, ഒന്നുമില്ല. ഓ, ഞാൻ വരാൻ താമസിച്ചുള്ള പരിഭവമായിരിക്കും ശ്രീമതിക്കല്ലേ? ആ, നിനക്ക് വേണ്ടി എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കാണണ്ടേ? വാ വാ വാ. പൈസ നോക്കി കൊള്ളല്ലേ? ആ, ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരും. ഇതെല്ലാം വളരെ വില കൂടിയ സാരികളാണല്ലോ. പക്ഷെ ഇതൊന്നും ഞാൻ വില കൊടുത്ത് വാങ്ങിയതല്ല. പിന്നെ ചന്ദ്രശേഖരൻ സാർ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് ഷിപ്പിലെ ക്യാപ്റ്റൻ കൊണ്ട് തന്നതാ. മുതലാളി ഹാർബർ വിസിറ്റിങ്ങിന് ചെല്ലുന്നതിനേക്കാൾ വലിയ സ്വീകരണമായിരുന്നു എനിക്ക്. താമസമാണെങ്കിൽ സ്വർഗീയ സുഖം. എനിക്ക് വേണ്ട എല്ലാ സുഖസൗകര്യങ്ങളും ചെയ്തു തരണമെന്ന് മുതലാളി അടിക്കടി ഫോൺ ചെയ്ത് പറയുമായിരുന്നു. സത്യത്തിൽ ഇങ്ങനെ മുതലാളിയെ ലോകത്താർക്കും കിട്ടില്ല. ജയിട്ട് നേരെ വല്ലതുണ്ടെങ്കിൽ പറ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം എന്നോട് കാണിക്കുന്ന സ്നേഹം ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ പിന്നെ അയാളുടെ ഒരു സ്നേഹം. നന്ദിയെ പറയരുത്. അദ്ദേഹം ആരാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. സ്വന്തം സഹോദരനെ പോലെയാണ് ആ മനുഷ്യനെ കാണുന്നത്. ഒന്ന് മതിയാക്കുന്നുണ്ടോ? ആ നാറിയെ മുതലാളി എന്ന് വിളിച്ചാലും മതി. അദ്ദേഹത്തിന് നാരെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തല്ലിപ്പോയത്.
നന്ദിയുടെ ഒരു അതിര് വേണം. എന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? പറഞ്ഞതോ ഇനി എന്നെ തല്ലാനുണ്ടെങ്കിൽ തല്ലിക്കോ, എന്നിട്ട് പറയാം. രമേ, ആ തെമ്മാടി നിങ്ങൾക്ക് ഉദ്യോഗക്കയറ്റം തന്നതും സൽക്കരിക്കുന്നതുമൊക്കെ സ്നേഹം കൊണ്ടല്ല, എന്നെ കണ്ടുകൊണ്ടാണ്. ജയേട്ടനെ ഹാർബറിലേക്ക് അയച്ചിട്ട് അയാൾ ഇന്നലെ രാത്രി കുടിച്ചുകൊണ്ടുവന്ന് എന്നെ കയറി പിടിച്ചു. നീ എന്താ പറഞ്ഞത്? നിങ്ങളൊരു പെണ്ണുകുട്ടിയായിട്ട് അവൻ കണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ അവന്റെ വെപ്പാട്ടിയാകണമെന്ന്. സുവർണക്ഷേത്രത്തിൽ വെടി. അതേടാ, ഞാൻ തന്നെ. നീ എന്നെ മാനേജറാക്കിയത് എന്തിനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നീ എന്തൊക്കെയാണ് പറയുന്നത്? നിനക്കറിയില്ലല്ലേടാ, നീ എന്നെ ഹാർബറിലേക്ക് അയച്ചത് നിനക്ക് യാത്ര ചെയ്യാൻ പാടാത്തതല്ലേ? ഹലോ, പോലീസ് സ്റ്റേഷൻ. നിങ്ങൾ എത്തിയില്ലായിരുന്നെങ്കിൽ ഇവൻ ഞങ്ങളെയും കൊല്ലുമായിരുന്നു. എന്തിനാ വിഷമിക്കുന്നത്? കണ്ണീരിനോ മനസാക്ഷിക്കോ ഈ ലോകത്ത് യാതൊരു വിലയില്ല. അടുത്ത കോടതിയും എന്റെ ശിക്ഷ ശരിവെക്കുകയാണെങ്കിൽ നീ എന്നേക്കുമായി എന്നെ മറന്നേക്കും. ഞാൻ ചേട്ടനെ മറക്കാനോ? രമേ, നീ എന്നെ സ്നേഹിച്ചു എന്നതിന്റെ പേരിൽ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചു. ഇന്ന് ജയിൽ കിടക്കുന്ന ഒരുത്തന്റെ ഭാര്യ എന്ന നിലയിൽ നിന്റെ ബന്ധുക്കളോ സ്നേഹിതരോ അവരുടെ പടിവാതിക്കൽ പോലും ചെല്ലാൻ നിന്നെ അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിന് ജയേട്ടന്റെ അനുവാദം വാങ്ങാനാണ് ഞാൻ ഇപ്പോ വന്നത്. എന്ത് അനുവാദം? ജയേട്ടൻ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പലയിടത്തും ഞാൻ ജോലിക്ക് അപേക്ഷിച്ചു. ഒരു നല്ല കമ്പനിയിൽ നിന്നും ഇന്റർവ്യൂവിന് കാർഡ് വന്നിട്ടുണ്ട്. നീ എവിടെയായിരുന്നാലും സമാധാനത്തോടുകൂടി ജീവിക്കുന്നുവെന്ന് മാത്രം എനിക്ക് കേട്ടാ മതി. വാടക കുടിശ്ശിയുടെ പേരിൽ വീട്ടുടമസ്ഥൻ വന്ന് വീട് പൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ എഴുതാം. ആ അഡ്രസ്സിൽ മറുപടി അയച്ചാൽ മതി. ശരി, നീ പൊയ്ക്കൊള്ളൂ. എല്ലാം പറഞ്ഞതുപോലെ.
എന്തോ നാടാ ബഹളം? ഒരു ക്രിക്കറ്റ് കളിക്കാൻ സമ്മതിക്കില്ലല്ലോ. അങ്ങോട്ട് നോക്കടാ. വേഗം പോണം മുന്നോട്ട്. അമ്മാ എന്റെ ചില്ലറയില്ല. ചെക്ക് തന്നാലും മതി. ചെക്കോ? അതെ, പിച്ചക്കാശിന് പകരം ചെക്ക് സ്വീകരിച്ചാൽ മതി എന്നാ ഞങ്ങളെ യൂണിയന്റെ തീരുമാനം. ഇൻകം ടാക്സറ ശല്യം കൊണ്ടാ. ഇന്നിലേക്കുള്ള വഴി ഏതാ? ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിയണം. ഇല്ല ചേച്ചി, ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിയണം. ചുമ്മാ ഇല്ലേ ചേച്ചി, ഇവരൊക്കെ ചേച്ചി വഴി തിരിപ്പിക്കാൻ വേണ്ടി പറയാണ്. ശരിക്കുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. പറയൂ. അത് അവിടെ തന്നെ ഞാൻ ചോദിച്ചാൽ മതി. നടക്കുവേ. പ്രായം കൂടിയ കളിയാക്കരുത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എല്ലാം കുസൃതി പിള്ളേരെ. അവരെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അച്ഛനും അമ്മയും ആരെന്നറിയാതെ തെരുവിൽ വളരുന്ന പിള്ളേരെ. പക്ഷെ ഞാനെന്ന് പറഞ്ഞ ജീവന. ഞാൻ ഈ ടൗണിലുള്ള പല ഓഫീസുകളിലും ചോറ് കൊണ്ട് കൊടുക്കുന്നോളാ. തിരിച്ചു വരുമ്പം ഈ പാത്രത്തിലുള്ള മിച്ചം എല്ലാം ഈ പിള്ളേർക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഇവരെല്ലാം എന്റെ കൂടെ താമസിക്കുന്നേ. പേരെന്താ? അമ്മിണി. ഞാനിവിടെ സ്പിന്നിങ് മില്ലിൽ ഇന്റർവ്യൂവിന് വന്നതാ. സ്ഥലമൊന്നും പരിചയമില്ല. അയ്യോ, മില്ലിലേക്ക് കുറേ ദൂരമുണ്ട്. എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. വലിയ ഉപകാരം. വരും. എടാ വരണടാ. അമ്മിണി എവിടെയാ താമസിക്കുന്നത്? എന്റെ സ്വന്തം വീടങ്ങ് ചന്തമുക്കില. പക്ഷേ ഇപ്പൊ ആ ഭാഗത്തേക്ക് പോകാൻ എനിക്ക് പേടിയാ. അതെന്താ? ഞാനൊരു പരനാരയെ കയറി ലവ് ചെയ്തു. അവന്റെ കൂടെ ഒളിച്ചോടിയാ ഞാൻ ഈ ടൗണിലേക്ക് വന്നത്. പക്ഷേ അവൻ എന്നെ ചതിച്ചിട്ട് ഓടിക്കളഞ്ഞു. ഇനി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്റെ ആങ്ങളെ ഒറ്റ ചവിട്ടിന് എന്റെ നടു പിടിച്ചു കളയും. ഞാൻ എടുത്തില്ല. ഇവൻ തന്നെയാ കുഞ്ഞെ എടുത്തത്. ഞാൻ കൈയോടെ പിടിച്ചപ്പോഴാ എന്നെ തല്ലി തോടാൻ കൊടുക്കടാ. മണിയാ, എന്താണ് ഇവനെ പരിശോധിക്കടാ. അങ്ങ് വെച്ചിരിക്കും. ഇതാണോ നിങ്ങളുടെ പൈസ? ഇത് തന്നെയാ. രാജുവണ്ണ, ഇവൻ സാധാരണ പോക്കറ്റടിക്കാരനല്ല. ഇവന്റെ നല്ലൊരു ഗ്യാങ് ഉണ്ട്. നിന്റെ ഗ്യാങ്ങിൽ എത്ര പേരുണ്ടോ? 10-20 പേരുണ്ട്. അടുത്ത മന്ത്രിത്വത്തിലുള്ള ആളുണ്ടല്ലോ. ഞാൻ ഈ മാർക്കറ്റ് ഉള്ളിടത്തോളം കാലം ഇവിടെ വന്ന് പോക്കറ്റ് അടിച്ചാലുണ്ടല്ലോ. നിന്റെ തൊലി കൊണ്ടായിരിക്കും മണി പേഴ്സ് ഉണ്ടാക്കുന്നത്. ഈ കണ്ടുപോയി കൈ കൊണ്ട് അടിക്കാൻ പറ്റില്ല. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അമ്മമാർ ഇന്റർവ്യൂ വെച്ചത്. അവർ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് അമ്മമാർക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നിയമിച്ചു കഴിഞ്ഞു.